എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജി, എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. ഇന്ന് പോൾമോൻ്റെ കുക്കിംഗ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി. എനിക്ക് ഇച്ചിരി വയ്യാഴി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് അവൻ്റെ കുക്കിംഗാണ്. അതിലവൻ കുറേ ഇച്ചിരി തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് പറഞ്ഞു, മമ്മി ഇവിടെ കിടന്നോണം, മമ്മി എൻ്റെ അടുത്ത് അടുക്കളയിൽ വരികയോ ചെയ്യില്ല, എന്നിട്ട് എല്ലാം വന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി എരിവിൻ്റെ കുറവുണ്ടായിരുന്ന അത് കഴിക്കാൻ, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് 1 ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവൻ ചിന്തിക്കുന്നത് ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിക്കകത്തൊക്കെ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂണിനേക്കാൾ ഇച്ചിരി കൂടെ കാണും. അവൻ അതാ ടേബിൾ സ്പൂണെന്നും പറഞ്ഞ് അതിന് 1 ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി ഇട്ടിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി, അതുപോലെ ബിരിയാണി മസാല, അതുകൊണ്ട് ഇച്ചിരി മസാലയുടെ പ്രോബ്ലം വന്നായിരുന്നു. പിന്നെ ഇച്ചിരി ഉപ്പും കുറവായിരുന്നു. അവന് ഇന്നലെ കമൻറ്റിൻ്റെ അകത്ത് ജോലി ചോദിച്ചായിരുന്നു, ആൻറ്റി ഈ ശ്രീകണ്ഠം എന്ത് വന്ന്. ഞാൻ പറഞ്ഞില്ലേ ശ്രീകണ്ഠം കൊണ്ട് ടോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. ശ്രീകണ്ഠം എന്ന് പറയുന്നത് ഒരു ക്രീമി ടൈപ്പിലുള്ള ഒരു സ്വീറ്റ് ഇതാ, നമ്മുടെ ജാം പോലൊക്കെ നമ്മൾ ബ്രെഡെ പുരട്ടുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മധുരമാണ്. പിന്നെ വേറെ വേറെ ഫ്ലേവറുണ്ട്. മാംഗോയുടെ ഉണ്ട്, ബദാം, ഏലക്കയുടെ ഫ്ലേവറുണ്ട്. അങ്ങനെ ഫ്ലേവർ പലതുണ്ട്. ഇവിടെ മാംഗോ പോൾമോന് ഇഷ്ടമാണ്, കൊച്ചവന് ഇഷ്ടമല്ല. കൊച്ചവന് ബദാമും ഏലക്കയുടെ ഒക്കെ ടേസ്റ്റുള്ള ഇഷ്ടം. നമുക്ക് പിന്നെ വാങ്ങിച്ച് വെച്ചാൽ എമർജൻസി നമുക്ക് ചപ്പാത്തി പുരട്ടി തിന്നാം, ബ്രെഡിൽ പുരട്ടിയിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് തിന്നാം. അന്നേരം നല്ല ഇതാണ്, നമ്മുടെ യോഗേർട്ട് പോലൊക്കെ ഇരിക്കും. പിന്നെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞേടാ, ഞാൻ വന്ന അരിയൊക്കെ വാർത്ത് തരാം, നീ വാർക്കല്ലേന്ന്. ഞാൻ പറഞ്ഞ അരി തിളച്ചിട്ട് നീ അതങ്ങ് ഓഫാക്കി ഇടാൻ പറഞ്ഞു. അയ്യോ, ഞാൻ ചിന്തിച്ച് ഇവൻ ഓഫാക്കി ഇട്ടേക്കുവാന്ന്. ഞാൻ ചെന്ന് നോക്കിയോണ്ടേ അരിയൊക്കെ വാർത്തിട്ടേക്കുന്നു. ഞാൻ പറഞ്ഞു, ഇനി മേലി ഇങ്ങനെ ചെയ്യല്ലേന്ന് പറഞ്ഞു. അപ്പോൾ അവനിച്ചിരി പൊണ്ണവും നീളവും ഉണ്ടെന്നും പറഞ്ഞ് അവനൊന്നും അറിയത്തില്ല. എന്നാലും എമർജൻസിയിൽ എനിക്ക് ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തന്നല്ലോ, അത് തന്നെ ഒരു വലിയ ഉപകാരമാണ്. അപ്പം ഞാൻ പറഞ്ഞ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ മോനെ നല്ലതായിരുന്നു, ഒരു കുഴപ്പം, കാരണം അവനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണ്ടേ. നല്ലതായിരുന്നു. ആ ഒരു വ്യത്യാസം വന്നതേ ഉള്ളൂ. കാരണം എന്നെ അങ്ങോട്ട് അടുപ്പിക്കത്തേ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കായിരുന്നു. അവൻ തന്നെ ചെയ്യണം, തന്നെ അരിയണം, തന്നെ ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ പൊട്ടറ്റോടെ ടിക്കി ഉണ്ടായിരുന്നു, ആലു ടിക്കി ഉണ്ടായിരുന്നു. അതിങ്ങനെ ഞാനൊന്ന് ഇച്ചിരി ഓയിൽ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ബ്രെഡിൻ്റെ അകത്ത് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ചപ്പാത്തിക്ക് ഒരു കൂട്ടാനൊക്കെ ആ സൗസ ഉണ്ടാക്കി. പിന്നെ വൈകിട്ട് ഡിന്നറിനാണ് അവൻ ഇതുണ്ടാക്കിയത്, അവൻ്റെ സ്പെഷ്യൽ. ഹലോ ഗായ്സ്, ഹലോ, എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോല, ഞാൻ പ്രൈസന. ഇന്ന് ഞങ്ങൾ എന്തോ ഉണ്ടാക്കാൻ പോകുന്ന പറയടാ. എന്തുവാ? നിനക്കറിയത്തില്ല? ഇല്ല. എന്തുവാ ഈ പെർസൺ? ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ബിരിയാണി, പൊട്ടാറ്റോ ബിരിയാണി. അത് എങ്ങനെ ഉണ്ടാക്കുന്നേ ഞാൻ ഇന്ന് പറയാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാ, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഇരിക്കണേ. സോ ആദ്യം ബസ്മതി റൈസ് എടുക്കണം. ബസ്മതി റൈസ് ഇല്ലെങ്കിൽ ബിരിയാണി ഇല്ല, ബിരിയാണിയുടെ ആ സ്വാദ് പോയി. अम्मा ये वाला लू. ഇപ്പം ഞങ്ങൾ ഈ കളം ഒന്ന് നന്നായിട്ട് കൈകിട്ട് ഇതിനകത്ത് വെള്ളം ചൂടാകാൻ ഇടാം. ഞങ്ങളിപ്പം വെള്ളം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതിനകത്ത് ഇടാൻ പോകുന്നത്
അതെടുക്കാൻ ഇച്ചിരി സമയം. അതിന് ഇത് വെള്ളം ഇത് ബോയിൽ ചെയ്യാൻ വെക്കാം. അതിനകത്ത് ഈ ക്ലോവ് 3 ക്ലോവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പട്ട ഗരം. ഇത് മമ്മി നാട്ടിന്ന് എന്തോ പറഞ്ഞ ട്രീനകത്ത് എടുത്തയാ, അതുകൊണ്ട് ഇങ്ങനെയാ നിൽക്കുന്നത്. പിന്നെ ഒരു ബേ ലീഫും ഇടണം. ബേ ലീഫ് എടുക്കാം. ഇങ്ങനെ ഒരെണ്ണം, 2 എണ്ണം. പിന്നെ ഇതിനകത്ത് ഘീ അല്ലെ ഓയിൽ ഇടാം. ഇച്ചിരി മതി, ഇച്ചിരി. ഇത് ഇച്ചിരി മിക്സ് ചെയ്തിട്ട് ഇത് ഇച്ചിരി ബോയിൽ ആകാൻ ഇടാം. അപ്പത്തേക്ക് ഞങ്ങളുടെ എന്തോ പറയുന്ന അരി കഴുകി എടുക്കാം. ബാ, ഇപ്പം ഞങ്ങൾ അരി ഇതിനകത്ത് ഇടാം. ഇപ്പം ഇത് ഞങ്ങൾ അരി ഇതിനകത്ത് ഇട്ടിട്ട് ഇത് ഇപ്പം തിളയ്ക്കാൻ വെക്കാം. ഇത് തിളച്ചിട്ട് പിന്നെ ഇത് ഞങ്ങൾ വാഴി എടുത്തിട്ട് ഒരു സ്ഥലത്തിലിട്ടാം. ചോറിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഊട്ടിയെടുക്കാം. ഇപ്പം ഞങ്ങൾ ഇത് ആട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വെക്കാം. ഇതിനകത്ത് 1 കപ്പ് അല്ലെ 1/2 കപ്പ് തൈര് എടുക്കണം കേട്ടോ, തൈര്. പിന്നെ പുളി ഉള്ളതാണെങ്കിൽ 1/2 കപ്പ്, പുളി ഇല്ലെങ്കിൽ 1 കപ്പ് ചേർക്കാമേ. ഇതിനകത്ത് 1 സ്പൂൺ ബിരിയാണി മസാല, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിയില, ധനിയ പൗഡർ, കൊറിയൻഡർ പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ ഇത് 1 ടീസ്പൂൺ ഹൽദി പൗഡർ. ഇത് ഇച്ചിരി മിക്സ് ചെയ്യണം, നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഇപ്പം ഞങ്ങൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഞങ്ങൾ ഇങ്ങനെ വെക്കാം. ഇപ്പം ഞങ്ങൾ പാത്രം എടുക്കാൻ പോവുക. അത് ഇപ്പം ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുക, പുലാവ്. ഇതിനു വേണ്ടി 3 സവാള, 3 ടൊമാറ്റോ, 2 ഉരുളൻകിഴങ്ങ് എടുത്തായിരുന്നേ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഈ ഉരുളിക്കകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ ഇത്രയും ജീര ഇടാം. ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇത് വന്നിട്ട് ഇതിനകത്ത് ഞങ്ങളുടെ സവോള ഇടാം. ഇത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇത് ഇപ്പം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ എന്താ പറയുന്ന മുളക് ഇടാം. മുളക് ഇത് എന്താ പറയുന്നത് ഒനിയൻ സോഫ്റ്റ് ആയിട്ട് ഞങ്ങൾ മുളക് ഇടാം. മുളക് നിങ്ങളുടെ ടേസ്റ്റ് അനുസാർ ഇടണേ പ്ലീസ്. എൻ്റെ മലയാളം ഇച്ചിരി വീക്കാ, അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കണേ. ഇത് മുളക് ഇട്ടിട്ട് ഇച്ചിരി നേരം ഞങ്ങൾ ഇത് വഴറ്റി നിൽക്കാം. ഇത് വഴറ്റിയിട്ട് ഞങ്ങൾ ഇതിനകത്ത് വൺ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇത് ഞങ്ങളിപ്പം വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യണം.
ഫ്ലെയിം ഇച്ചിരി മീഡിയം ഫ്ലെയിമിലാണ്. ഇത് ഈ വഴറ്റി വരട്ടെ. ഇത് വഴറ്റി വന്നിട്ട് ഇതിനകത്ത് ഞങ്ങൾ ടൊമാറ്റോ സവാള ഇടാം. ഇത് എന്തോ പറയുന്നത്, അത് വഴറ്റി എന്തോ ഇത് സോഫ്റ്റ് ഒത്തിരി പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ ഞങ്ങൾ ഇതിനകത്ത് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ സ്പീഡ് ഹൈയിൽ വെക്കണേ. ഇത് അത്രയും നേരം നിങ്ങൾ എന്താ പറയുന്നത് കുക്ക് ചെയ്യണം. അത്ര ഈ ടൊമാറ്റോ സോഫ്റ്റ് ആവുന്ന സമയം വരെ ഞങ്ങൾ കുക്ക് ചെയ്യണം. ഈ ടൊമാറ്റോ സോഫ്റ്റ് ആവുന്ന സമയം വരെ ഞങ്ങൾ കുക്ക് ചെയ്തിരിക്കണം കേട്ടോ. ടൊമാറ്റോ സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ തൈരിൻ്റെ മസാല ഇടാം. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇട്ടിട്ട് ഇത് ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് മിക്സ് അത്ര നേരം, ഇപ്പം ഇത് ഞങ്ങൾ ഫ്ലെയിം ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ വെക്കാം. മിക്സ് അത്ര നേരം ചെയ്യണം. വെള്ളം വിടുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ പൊട്ടറ്റോയും ഇടാം. ഇപ്പം ഇത് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് അത്ര നേരം വേവിക്കണം. ഇത് ഓയിൽ ഉണ്ടല്ലോ, അത് ലൂസ് ആവുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ പൊട്ടാറ്റോ ഇടാം കേട്ടോ. അപ്പം ഇത്തിരി ഓയിൽ ലൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഞങ്ങൾ പൊട്ടാറ്റോ ഇടാം. ഞാനിത് വേവിച്ചിട്ടില്ല. ഇപ്പം ഇത് ഞാൻ ഒന്ന് നോക്കുക, വേവിക്കണ്ടയോ നോക്കുവായിരുന്നു. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഇട്ടിട്ട് ഞങ്ങളിത് വേവിക്കാം. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഇട്ടിട്ട് ഞങ്ങളിത് വേവിക്കാം. പൊട്ടാറ്റോ വേവുന്ന വരെ ഞങ്ങൾ ഇത് വേവിക്കാം. അപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ ഇച്ചിരി ചോറിടാം. ഇനി ഇതിൻ്റെ അകത്ത് ചോറിട്ടിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞങ്ങൾ എടുത്തത് 3 കപ്പ് അരിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അരിയുടെ ഇതനുസരിച്ച് മസാലയിൽ വ്യത്യാസം വരുത്തണേ. ഇതിപ്പോൾ ഇച്ചിരി മസാല കുറവായിരുന്നു. ഞാൻ പറഞ്ഞത് 1 ടേബിൾ സ്പൂൺ എന്നൊക്കെ പറഞ്ഞത്, അവൻ അതിൻ്റെ അകത്ത് കിടന്ന് ആ ചെറിയ സ്പൂണിനാണ് മുളക് പൊടിയൊക്കെ ചേർത്തത്. ആ കുഴപ്പമുള്ളവരെ നല്ല ടേസ്റ്റ് നല്ലതായിരുന്നു. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യൂടെ ചേർക്കാം. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാമേ. അത് രണ്ടും ഇവിടെ ഇല്ലായിരുന്നു. പെട്ടെന്ന് എമർജൻസിയിൽ കൊച്ചുണ്ടാക്കിയതാണ്. എന്തായിരുന്നാലും നല്ലതായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.